ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1677. ഇന്ന് ആഗസ്റ്റ് മാസം 3-ാം തീയതി 216-ാമത്തെ ദിവസത്തിലെത്തി. പരിശുദ്ധ അമ്മ മറിയത്തോടൊപ്പമുള്ള പുലർകാല നടപ്പാണ് നമ്മൾ ഓരോരുത്തരുടെയും. എന്തായാലും ജ്ഞാനികൾ എത്തുകയും അവർ നക്ഷത്രത്തിന്റെ അടയാള സഹായത്താല് യേശുള്ള ഭവനത്തിലെത്തി. അത് ഭവനമായാലും കാലിത്തൊഴുത്തായിരുന്നാലും ഭവനത്തിൽ പ്രവേശിച്ച അവർ മറിയത്തോടൊപ്പമാണ് യേശുവിനെ കണ്ടെത്തിയത്. ഉപകാരങ്ങൾ അർപ്പിച്ചതും കുമ്പിട്ട് ആരാധിച്ചതും യേശുവിനെ ആയിരുന്നുവെന്നും കൃത്യമായി പറയുന്നു. യേശുവിലെത്തുന്ന ഏതൊരാളും അഭിമുഖീകരിക്കേണ്ട മറ്റൊരാളല്ലേ പരിശുദ്ധ മറിയമെന്ന അമ്മ. അമ്മയെ അവഗണിച്ചോ അല്ല അതിരുകടന്ന് പറഞ്ഞ അവഹേളിച്ചോ എങ്ങനെയാണ് ഒരാൾക്ക് യേശുവിലെത്താൻ പറ്റുക? ആ യേശുവിന്റെ ഒപ്പം പരിശുദ്ധ അമ്മ മറിയമില്ലേ? അതുകൊണ്ടാണല്ലോ അവിടെ നിന്നുള്ള അമ്മയുടെ യാത്ര കാൽവറിയിലെത്തുന്നതായിട്ട് വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ വ്യക്തമായി രേഖപ്പെടുത്തുന്നത്. കാൽവറിക്ക് ശേഷവും തീർച്ചയായും അമ്മയുണ്ട് ആ മകനോടൊത്ത്. അമ്മയോടൊത്ത് മകനും മകനോടൊത്ത് അമ്മയുമുണ്ട്. അതുകൊണ്ട് തന്നെ യേശുവിലെത്തുന്ന ഏതൊരാളും ഒരു കാലത്തും അവഗണിക്കാൻ പാടില്ലാത്ത അത്രത്തോളം വലിപ്പമുള്ള ആള് തന്നെയാണ് പരിശുദ്ധ മറിയം. അവർ ആ ഭവനത്തിൽ പ്രവേശിച്ചു. ആ കുഞ്ഞുണ്ടായിരുന്ന സ്ഥലത്ത് പ്രവേശിച്ചു. അതിനെ ഭവനമെന്ന് പറഞ്ഞാലും ഒരു പടക് വള്ളമെന്ന് പറഞ്ഞാലും ഒരു കാലിത്തൊഴുത്തെന്ന് പറഞ്ഞാലും അല്ല ഒരു വീടെന്ന് പറഞ്ഞു, ശരിക്കും അത് സഭയാണ്. സഭയിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരാളും തീർച്ചയായും ആദരവോടെ കാണേണ്ട, കണ്ടെത്തേണ്ട, തീർച്ചയായും കണ്ടെത്തുന്ന യേശുവിന്റെ ഒപ്പമുള്ള മറിയെ കുറെ കൂടി നമ്മളൊന്ന് പരിഗണിക്കേണ്ടതാണ്. മറിയമെന്ന അമ്മയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് അവർ യേശുവിനെ കണ്ടെത്തിയത്. വിശുദ്ധനായ മത്തായി ശ്ലീഹ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് യേശുവിനെ ആരാധിക്കുവാനായി ഇന്നും വരുന്ന ജനം അവനെ അമ്മയോടൊപ്പം കാണുന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമുണ്ടോ? യേശുവിന്റെ ഭവനമായ സഭയിൽ യേശുവിനെ മറിയത്തോടൊപ്പം കണ്ട ജ്ഞാനികൾക്കില്ലാത്ത വിഷമമോ അസ്വസ്ഥതയോ എന്തിനാണ് നമുക്ക്? വിശുദ്ധനായ ലൂക്കോസ് സുവിശേഷകൻ എഴുതുന്നുണ്ട് ഇടയന്മാരെ കുറിച്ച്. ഇടയന്മാർ അതിവേഗം പോയി മറിയത്തെയും യൗസേപ്പിനെയും പുൽത്തൊട്ടിലിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. ഇടയന്മാർ യേശുവിനെ കണ്ടപ്പോൾ മറിയവും യൗസേപ്പും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ സംരക്ഷിക്കപ്പെടുന്നവർ മറിയമെന്ന അമ്മയുടെ സജീവമായ ഒരു ശ്രേഷ്ഠ സാന്നിധ്യത്താലും കൂടിയാണ്. യേശുവിന് കിട്ടിയ ഒരു പ്രൊട്ടക്ഷനാണ്. അത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. അതുകൊണ്ടാണ് വലിയ മഹാന്മാര് പറഞ്ഞത്, വി ആർ പ്രൊട്ടക്റ്റഡ് ബൈ മാസ്റ്റേഴ്സ്. നമുക്ക് മുമ്പേ വന്നവരും നമ്മുടെ കൂടെയുള്ളവരുമായ അനേക ശ്രേഷ്ഠരുടെ സൗഹൃദം കൊണ്ടും സുഹൃതം കൊണ്ടും സംരക്ഷിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരുടെ ജീവിതം. ആമേൻ.